സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ചോദിച്ച ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. രാജുവും കൃഷ്ണയും 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്തു കഴിഞ്ഞു. എന്താണ് വർക്ക്? ഒരു വീട് നിർമ്മിക്കുന്നു. രമണനും രാജുവും 12 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇനി കൃഷ്ണയും രമണനും 15 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. 15 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ? മൂവരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അവർ വീട് നിർമ്മിക്കും? ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സിൻ്റെ ലസാഗു കണ്ടെത്തുക എന്നുള്ളതാണ്. 10, 12, 15ൻ്റെ ലസാഗു കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. 15, അതിൽ ഏറ്റവും വലിയ നമ്പർ 15ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക. 15, 30, 45, അങ്ങനെ 60, അങ്ങനെ പോകും അല്ലേ. ഇനി 15ൽ 12ഉം 10ഉം ഡിവിസിബിൾ ആണ് നോക്കുക. നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കുക. പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റില്ല അല്ലേ. ഇനി അപ്പോൾ അത് ഒഴിവാക്കുക. 30ൽ 12ഉം 15ഉം പോവോ? 10ഉം പോവോ? ഇല്ല. 10 പോവും, പക്ഷെ 12 പോവില്ല. അതുകൊണ്ട് ഇതും ഒഴിവാക്കുക. 45ൽ 12ഉം 10ഉം പോവോ? ഇല്ല. 60ൽ 12ഉം 10ഉം പോവും. 10 6 വട്ടം പോവും, 12 5 വട്ടം പോവും അല്ലേ. അപ്പോൾ 10, 12, 15 എന്ന സംഖ്യകളുടെ LCM എത്രയാണ്? ലസാഗു എത്രയാണ്? 60 ആണ്. അപ്പോൾ ഈ 60 എന്ന ലസാഗുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ 60 യൂണിറ്റ് ആണ്. വർക്ക് ഈക്വൽ ടു 60 യൂണിറ്റ് ആണെന്ന് അസൈൻ ചെയ്യാം. ഇനി ഈ 60 യൂണിറ്റ് ആയിട്ടുള്ള വർക്ക് 10 ദിവസം കൊണ്ടാണ് ആര് കംപ്ലീറ്റ് ചെയ്തത്? രാജുവും കൃഷ്ണയും കംപ്ലീറ്റ് ചെയ്ത്. 10 ദിവസങ്ങൾ കൊണ്ട് രാജുവും കൃഷ്ണയും കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്രയാണെന്ന് ഇനി കണ്ടെത്താം. ഒരു ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് 60 യൂണിറ്റ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 60/10, അതായത് 6 യൂണിറ്റ് വർക്ക്. ടോട്ടൽ വർക്കിനെ ആ വീട് നിർമ്മിക്കുന്നതിന് 60 യൂണിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 60 എവിടെ നിന്ന് കിട്ടി? 10, 12, 15ൻ്റെ ലെസ്സാകും. ഓക്കെ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ 6 യൂണിറ്റ് വർക്ക് എന്ത് ചെയ്യും? ഒരു ദിവസം കൊണ്ട്, ഫോർ 1 ഡേ രാജു പ്ലസ് കൃഷ്ണ 6 യൂണിറ്റ് വർക്ക് ചെയ്തു തീർക്കും. ഒരു ദിവസം കൊണ്ട് രമണനും രാജുവും എത്ര വർക്ക് ചെയ്യും എന്ന് നോക്കണം. അതിനെന്താ ചെയ്യുക? 60 യൂണിറ്റ് രമണനും രാജുവും കൂടി 12 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര വരും? 60/12, അതായത് 5 യൂണിറ്റ് വർക്ക് ഒരു ദിവസം കൊണ്ട് ഇവർ രണ്ടാരും കംപ്ലീറ്റ് ചെയ്യും. ഇനി ഒരു ദിവസം കൊണ്ട് കൃഷ്ണയും രമണനും 15 ദിവസം കൊണ്ട് 60 യൂണിറ്റ് എങ്കിൽ 15 ദിവസം കൊണ്ട് 60 യൂണിറ്റ് എങ്കിൽ ഒരു ദിവസം കൊണ്ട് 60/15 വിച്ച് ഈക്വൽ ടു 4 യൂണിറ്റ് വർക്ക് ഉണ്ടാവും. ഇനിയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നമ്മളിത് കൂട്ടുക. 6 യൂണിറ്റ്, 5 യൂണിറ്റ്, 4 യൂണിറ്റ്, എത്രയായി? മൊത്തം 15 യൂണിറ്റ് വർക്ക്. ഈ 15 യൂണിറ്റ് വർക്ക് ഒരു ദിവസം ആരാ ചെയ്യുന്നത്? ഇവിടെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. രാജു 2 വട്ടം വരുന്നുണ്ട്, രമണന് 2 വട്ടം വരുന്നുണ്ട്, കൃഷ്ണനും 2 വട്ടം തരുന്നുണ്ട്. അതായത് 2 ഇൻറ്റു രാജു പ്ലസ് രമണൻ പ്ലസ് കൃഷ്ണൻ ഈക്വൽ ടു ആണ് 15 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം രാജു പ്ലസ് രമണൻ പ്ലസ് കൃഷ്ണൻ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? ആ 15/2 ചെയ്യണം. കാരണം 2 ഇൻറ്റു അതാണ് 15 യൂണിറ്റ്. അപ്പോൾ 15/2 യൂണിറ്റ് ആണ് ഒരു ദിവസം കൊണ്ട് ഇവർ 3 പേരും ചെയ്യുന്ന വർക്ക്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി എളുപ്പമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര? ഒരു ദിവസം കൊണ്ട് ഇവർ 15/2 യൂണിറ്റ് തീർക്കും. ടോട്ടൽ എത്ര യൂണിറ്റ് വർക്ക് അവിടെ ആകെ ഉള്ളത്? 60 യൂണിറ്റ് വർക്കാണ് അവർ ആകെ ഉള്ളത്. ഇനി നമ്മളോട് എത്ര ദിവസം എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ 60ൽ എത്ര 15/2 യൂണിറ്റ് ഉണ്ട് നോക്കുക. കാരണം ടോട്ടൽ യൂണിറ്റ് 60 ആണ്. 15 യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് അവരെന്ത് ചെയ്യും? ഇവർ 3 പേരും തീർക്കും. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള 60 യൂണിറ്റ് വർക്കിൽ 15/2 യൂണിറ്റ് എത്ര ഉണ്ട് നോക്കുക. അതായത് 60 ഡിവിഷൻ ഉള്ളതിന് ഇൻറ്റു ആക്കിയിട്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. 2/15 അല്ലേ. അപ്പോൾ 60ൽ എത്ര? 15 പോവും, 4. അപ്പോൾ 4 ഇൻറ്റു 2 ഈക്വൽ ടു 8 ദിവസം കൊണ്ടാണ് 3 പേരും 60 യൂണിറ്റ് വർക്ക്, അതായത് 60 യൂണിറ്റ് വർക്ക് എന്നാണ് ഇവിടെ വീട് നിർമ്മിക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തോളി.